നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് രോഹിണി നക്ഷത്രത്തിൻ്റെ 2025 മെയ് മാസഫലമാണ്. വിശദമായ ജ്യോതിഷ വിശകലനം നമുക്ക് നോക്കാം. 2025 മെയ് മാസത്തിലെ രോഹിണി നക്ഷത്രക്കാർക്ക് ജ്യോതിഷ ഫലങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു വിശകലനമാണിത്. ആദ്യം നമുക്ക് രോഹിണി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവത്തിൽ നിന്ന് തുടങ്ങാം. രോഹിണി നക്ഷത്രം രാശിചക്രത്തിലെ 4ാമത്തെ നക്ഷത്രമാണ്. ഇടവൻ രാശിയിൽ 10 ഡിഗ്രി മുതൽ 23 ഡിഗ്രി 20 മിനിറ്റ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ ചന്ദ്രനാണ്. രോഹിണി നക്ഷത്രത്തിൻ്റെ ദേവത ബ്രഹ്മാവാണ്, സൃഷ്ടിയുടെ ദൈവം. രോഹിണി നക്ഷത്രം മനുഷ്യഗണത്തിൽപ്പെടുന്നു. രോഹിണി നക്ഷത്രക്കാർ പൊതുവെ ശാന്തരും സൗന്ദര്യബോധമുള്ളവരുമായിരിക്കും. അവർക്ക് നല്ല വ്യക്തിത്വവും ആകർഷകമായ രൂപവും ഉണ്ടാകും. കല, സാഹിത്യം തുടങ്ങി സർഗാത്മക മേഖലകളിൽ താല്പര്യവും കഴിവും പ്രകടിപ്പിക്കാൻ സാധ്യതയുമുണ്ട്. സ്ഥിരതയും സുഖസൗകര്യങ്ങളും ആഗ്രഹിക്കുന്ന ഇവർക്ക് ഭൗതിക സുഖങ്ങളിൽ താല്പര്യമുണ്ടാകും. ചില സമയങ്ങളിൽ ഇവരിൽ ദുശാഠ്യവും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ അംഗീകരിക്കാനുള്ള മടിയും കാണാൻ സാധ്യതയുണ്ട്. വ്യക്തിത്വം. രോഹിണി നക്ഷത്രക്കാർ സൗമ്യമായ പെരുമാറ്റത്തിലൂടെ മറ്റുള്ളവരുടെ ശ്രദ്ധ നേടാൻ കഴിവുള്ളവരാണ്. അവർ വിശ്വസനീയരും സ്നേഹമുള്ളവരുമായിരിക്കും. തങ്ങളുടെ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഇവർ കുടുംബത്തോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പവും ആത്മാർത്ഥത പുലർത്തും. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അമിതമായ വൈകാരികതയും ഉടമസ്ഥാ മനോഭാവവും ഇവരിൽ കാണാൻ സാധ്യതയുള്ളതാണ്. ഇവരുടെ കഴിവുകൾ നമുക്ക് നോക്കാം. സർഗാത്മക കഴിവുകൾ. കല, സംഗീതം, നൃത്തം, അഭിനയം തുടങ്ങി സർഗാത്മക മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇവർക്ക് കഴിയും. സൗന്ദര്യബോധം. നല്ല വസ്ത്രധാരണത്തിലും മനോഹരമായ കാര്യങ്ങൾ ആസ്വദിക്കുന്നതിലും താല്പര്യമുണ്ടാകുന്നവരാണ്. തങ്ങൾ ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തിയാക്കാനുള്ള സ്ഥിരോത്സാഹവും ഇവരിൽ കാണാം. മറ്റുള്ളവരുമായി സൗഹാർദ്ദപരമായി ഇടപഴകാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള കഴിവുമുണ്ട്. നല്ല ഭക്ഷണത്തോടും രുചികരമായ വിഭവങ്ങളോടും താല്പര്യമുള്ളവരുമാണ്. ദൗർബല്യങ്ങൾ. തങ്ങളുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ പരിഗണിക്കാനുമുള്ള മടിയുണ്ട്. അമിതമായ വൈകാരികത. ചെറിയ കാര്യങ്ങളിൽ പോലും അമിതമായി പ്രതികരിക്കാനുള്ള പ്രവണതയുണ്ട് ഇവർക്ക്. ഉടമസ്ഥാ മനോഭാവം. തങ്ങൾ സ്നേഹിക്കുന്നവരിൽ അമിതമായ നിയന്ത്രണം ചെലുത്താനുള്ള ശ്രമം. അലസത. ചില സമയങ്ങളിൽ കാര്യങ്ങൾ മാറ്റിവെക്കാനും മടി കാണിക്കാനുമുള്ള പ്രവണതയുണ്ട് ഇവർക്ക്. ഭൗതിക സുഖങ്ങളോടുള്ള അമിതമായ ആസക്തി. സുഖ സൗകര്യങ്ങളിലും ഭൗതിക വസ്തുക്കളിലും അമിതമായ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള പ്രവണതയുണ്ട് ഇവർക്ക്. ഇവരുടെ ദേവത ബ്രഹ്മാവാണ്, സൃഷ്ടിയുടെ ദൈവം. 2025 മെയ് മാസത്തിലെ രോഹിണി നക്ഷത്രക്കാരുടെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ താഴെ കൊടുക്കുന്നു. മെയ് 1 ബുധൻ മേടൻ രാശിയിലേക്ക് മാറും. മെയ് 8 സൂര്യൻ ഇടവൻ രാശിയിലേക്ക് മാറുന്നു. മെയ് 10 ശുക്രൻ ചിങ്ങൻ രാശിയിലേക്ക് മാറുന്നു. മെയ് 16 മിഥുനത്തിലെ ബുധനും വ്യാഴവും തമ്മിൽ ദൃഷ്ടിയോഗം. മെയ് 16 തന്നെ ശുക്രൻ ചിങ്ങൻ രാശിയിൽ പ്രവേശിക്കുന്നു. മെയ് 23 മിഥുനത്തിലെ ചൊവ്വയും ബുധനും തമ്മിൽ ദൃഷ്ടിയോഗം. കർക്കിടകത്തിലെ ചന്ദ്രനും ശനിയും തമ്മിൽ ദൃഷ്ടിയോഗവും ഉണ്ട്. മെയ് 27 വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുൻ രാശിയിലേക്ക് മാറും. മെയ് 30 മിഥുനത്തിലെ ചൊവ്വയും വ്യാഴവും തമ്മിലുള്ള യോഗം. കൂടാതെ ഓരോ 2.5 ദിവസത്തിലും ചന്ദ്രൻ്റെ നക്ഷത്രം മാറും. മെയ് 23 പൗർണമിയും മെയ് 7 അമാവാസിയുമായി വരുന്നു. ഈ ഗ്രഹമാറ്റങ്ങളും യോഗങ്ങളും രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള സ്വാധീനം ചെലുത്തും. പ്രത്യേകിച്ചും സൂര്യൻ്റെ രാശിമാറ്റം നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിലും തൊഴിൽ രംഗത്തും ചില മാറ്റങ്ങൾ കൊണ്ടുവരും. ശുക്രൻ്റെ ചിങ്ങൻ രാശിയിലേക്കുള്ള മാറ്റം പ്രണയബന്ധങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും സ്വാധീനം ചെലുത്തും. വ്യാഴത്തിൻ്റെ മിഥുൻ രാശിയിലേക്കുള്ള മാറ്റം വിദ്യാഭ്യാസപരവും തൊഴിൽപരവുമായ കാര്യങ്ങളിൽ പുതിയ സാധ്യതകൾ തുറന്നു വരും. മെയ് മാസത്തിൽ രോഹിണി നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ ഫലങ്ങൾ നമുക്ക് നോക്കാം. രോഹിണി നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായി പൊതുവെ അനുകൂലമായ മാസമാണ് മെയ്. നിങ്ങളുടെ കഠിനാധ്വാനവും സമർപ്പണവും അംഗീകാരം ലഭിക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട്. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചില തടസ്സങ്ങൾ അനുഭവപ്പെടും. എന്നാൽ 2ാം പകുതിയുടെ കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുകയും ചെയ്യും. പുതിയ അവസരങ്ങൾ. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ മാസം നല്ല അവസരങ്ങൾ ലഭിക്കും. നിങ്ങളുടെ കഴിവുകൾക്കും യോഗ്യതകൾക്കും അനുസരിച്ചുള്ള ജോലി ലഭിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നു. സ്ഥാനക്കയറ്റത്തിനായി ശ്രമിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ മികച്ച പ്രകടനം മേലധികാരിയുടെ ശ്രദ്ധയിൽപ്പെടുകയും സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യും. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചില തടസ്സങ്ങൾ അനുഭവപ്പെടും. സഹപ്രവർത്തകരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ജോലിയിലെ ഭാരം എന്നിവ കാരണം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെയുണ്ട്. ക്ഷമയോടെയും തന്ത്രപരമായും ഈ തടസ്സങ്ങളെ മറികടക്കാനും ശ്രമിക്കണം. സഹപ്രവർത്തകരുമായി സൗഹൃദബന്ധം നിലനിർത്താൻ ശ്രമിക്കുക.
ടീം വർക്കിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും വിനയത്തോടെ അവതരിപ്പിക്കുക. ബുധൻ്റെ രാശിമാറ്റം ആശയവിനിമയത്തിൽ കൂടുതൽ വ്യക്തത നൽകും. മെയ് മാസത്തിൽ നിങ്ങളുടെ തൊഴിൽ രംഗത്ത് പുതിയ ഊർജ്ജം അനുഭവപ്പെടും. നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും പുതിയ നേട്ടങ്ങൾ കൈവരിക്കാനും ഇത് സാധിക്കും. കഠിനാധ്വാനം ചെയ്യുകയും അവസരങ്ങളെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുക. മെയ് മാസത്തിൽ രോഹിണി നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതിയാണ് ഇനി നമുക്ക് കാണാനുള്ളത്. രോഹിണി നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതിക്ക് പൊതുവെ അനുകൂലമായ ഒരു മാസമാണ് മെയ് മാസം. വരുമാനത്തിൽ വർധനവ് പ്രതീക്ഷിക്കാം. പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ തുറന്നു വരാനും സാധ്യത കാണുന്നു. മുടങ്ങിക്കിടന്ന പണം തിരികെ ലഭിക്കുകയോ അല്ലെങ്കിൽ പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുകയോ ചെയ്യാം. അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കാൻ ശ്രമിക്കേണ്ടതാണ്. സുഖസൗകര്യങ്ങളും ആഡംബരങ്ങൾക്കും വേണ്ടി അമിതമായി പണം ചെലവാക്കുന്നത് ഒഴിവാക്കണം. ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുകയും അതിനനുസരിച്ച് ചെലവുകൾ ക്രമീകരിക്കുകയും ചെയ്യുന്നത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ നിങ്ങളെ സഹായിക്കും. പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നത് ഈ മാസം അനുകൂലമാണ്. ഓഹരി വിപണിയിലോ മറ്റു സുരക്ഷിതമായ നിക്ഷേപ മാർഗങ്ങളിലോ പണം നിക്ഷേപിക്കുന്നത് ഭാവിയിൽ നേട്ടങ്ങൾ നൽകാനുള്ള സാധ്യതയാണ് ഉള്ളത്. എന്നാൽ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് വിദഗ്ധരുടെ ഉപദേശം തേടുന്നതും ഉചിതമായിരിക്കും. ഈ മാസത്തിൽ വലിയ സാമ്പത്തിക നഷ്ടങ്ങൾക്കുള്ള സാധ്യത കുറവാണ്. എന്നാൽ അശ്രദ്ധമായ സാമ്പത്തിക ഇടപാടുകൾ ഒഴിവാക്കുക. മറ്റുള്ളവർക്ക് പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതുമൊക്കെ ഈ സമയം ഒഴിവാക്കി നിർത്തുക. ചുരുക്കത്തിൽ 2025 മെയ് മാസം രോഹിണി നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ പൊതുവെ നല്ല സമയമായിട്ടാണ് കാണുന്നത്. വരുമാനം വർദ്ധിക്കാനും പുതിയ നിക്ഷേപങ്ങൾ നടത്താനുമുള്ള സാധ്യതയാണ് ഉള്ളത്. മെയ് മാസത്തിൽ രോഹിണി നക്ഷത്രക്കാരുടെ ആരോഗ്യ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. രോഹിണി നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായ കാര്യങ്ങളിൽ പൊതുവെ നല്ല സമയമാണ്. വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയൊന്നും കാണുന്നില്ല. എങ്കിലും ചെറിയ ചില ശാരീരിക അസ്വസ്ഥതകൾ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, തൊണ്ടവേദന, കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള അലർജികൾ എന്നിവ വരാനുള്ള സാധ്യതയാണുള്ളത്. ഭക്ഷണകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം. എളുപ്പത്തിൽ ദഹിക്കുന്നതും പോഷകാംശങ്ങൾ അടങ്ങിയതുമായ ഭക്ഷണം കഴിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. കൃത്യസമയത്ത് ഉറങ്ങുകയും ഉണരുകയും ചെയ്യുക. മാനസികപരമായ പിരിമുറുക്കം കുറയ്ക്കാൻ ശ്രമിക്കേണ്ടതാണ്. ജോലിസ്ഥലത്തെ അധിക ഭാരം അല്ലെങ്കിൽ മറ്റു വ്യക്തിപരമായ പ്രശ്നങ്ങൾ മാനസിക സമ്മർദ്ദത്തിന് കാരണമാകും. യോഗ, ധ്യാനം ഇതുപോലുള്ളവ പരിശീലിക്കുന്നതും യാത്ര ചെയ്യുന്നതുമൊക്കെ മാനസികാരോഗ്യത്തിന് നല്ലതാണ്. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിനും വിനോദങ്ങളിൽ ഏർപ്പെടുന്നതും സമയം കണ്ടെത്തുക. നിലവിൽ ഏതെങ്കിലും രോഗങ്ങളുള്ളവർ ഈ സമയം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. മരുന്നുകൾ കൃത്യമായി കഴിക്കുകയോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പാലിക്കേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക. യാത്ര ചെയ്യുമ്പോൾ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും വേണം. ആരോഗ്യപരമായ ജീവിതശൈലി പിന്തുടരുകയും മാനസികാരോഗ്യം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക. ചെറിയ അസ്വസ്ഥതകൾ പോലും അവഗണിക്കരുത്. മെയ് മാസത്തിൽ രോഹിണി നക്ഷത്രക്കാരുടെ കുടുംബജീവിതവും ബന്ധങ്ങളും നമുക്ക് നോക്കാം. രോഹിണി നക്ഷത്രക്കാർക്ക് കുടുംബജീവിതത്തിലും ബന്ധങ്ങളിലും പൊതുവെ സന്തോഷമായ ഒരു മാസമാണെന്ന്. കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്താനും ഒരുമിച്ച് സന്തോഷകരമായ സമയം ചെലവഴിക്കാനുള്ള അവസരമൊക്കെ കാണുന്നുണ്ട്. കുടുംബാംഗങ്ങളുമായി സ്നേഹവും ഐക്യവും നിലനിർത്തുക. വീട്ടിലെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും എല്ലാവരുമായി ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് സന്തോഷം വർദ്ധിപ്പിക്കും. പ്രായമായവരുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയും വേണം. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സ്നേഹവും നിലനിൽക്കും. പങ്കാളിയുമായി കൂടുതൽ അടുത്തിടപഴകാനും ഒരുമിച്ച് യാത്രകൾ പോകാനും അവസരം ലഭിക്കും. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും അത് സ്നേഹത്തോടെ പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തുക. പഴയ സുഹൃത്തുക്കളുമായി ആശയവിനിമയം നടത്തുക. പുതിയ സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിക്കാനും സാധ്യതയും കാണുന്നുണ്ട്. മെയ് മാസത്തിൽ രോഹിണി നക്ഷത്രക്കാരുടെ പ്രണയ ജീവിതം നമുക്ക് നോക്കാം. പുതിയ പ്രണയബന്ധങ്ങൾ ആരംഭിക്കാൻ സാധ്യതയുണ്ട് ഈ മാസം. നിങ്ങളുടെ ആകർഷകമായ വ്യക്തിത്വം മറ്റുള്ളവരുടെ ശ്രദ്ധ നേടാൻ സഹായിക്കും. എന്നാൽ തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കാതെ വ്യക്തിയെ നന്നായി മനസ്സിലാക്കിയ ശേഷം മുന്നോട്ട് പോവുക. നിലവിലുള്ള പ്രണയബന്ധങ്ങളിൽ കൂടുതൽ അടുപ്പവും സ്നേഹവും അനുഭവപ്പെടും. ഒരുമിച്ച് സന്തോഷകരമായ നിമിഷങ്ങൾ ചെലവഴിക്കാൻ അവസരം ലഭിക്കും. ചെറിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും അത് തുറന്നു സംസാരിക്കുന്നതിലൂടെ പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് കാണുന്നത്. ശുക്രൻ്റെ രാശിമാറ്റം പ്രണയബന്ധങ്ങളിൽ കൂടുതൽ റൊമാൻറ്റിക്കായ അനുഭവങ്ങൾ നിങ്ങൾക്ക് നൽകും. വിവാഹം ആലോചിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമാണ്. കുടുംബാംഗങ്ങളുടെ സമ്മതത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധ്യതയും കാണുന്നുണ്ട്. പ്രണയ ജീവിതത്തിൽ സന്തോഷവും ഐക്യവും നിലനിൽക്കും. നിങ്ങളുടെ ഭാഗത്തു നിന്ന് കൂടുതൽ ശ്രദ്ധയും സ്നേഹവും ആവശ്യമാണ്. പങ്കാളിയോട് ആത്മാർത്ഥത പുലർത്തുക. മെയ് മാസത്തിൽ രോഹിണി നക്ഷത്രത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങൾ നോക്കാം. ഈ മാസം രോഹിണി നക്ഷത്രത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ പൊതുവെ നല്ല സമയമായിട്ടാണ് കാണുന്നത്.
നിങ്ങളുടെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയും മികച്ച പ്രകടനവും കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ മാസം അനുകൂലമായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുകയും നല്ല മാർക്കുകൾ നേടാനും നിങ്ങൾക്ക് സാധിക്കും. പുതിയ കോഴ്സുകൾക്ക് ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം നല്ല അവസരങ്ങൾ ലഭിക്കും. നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. പഠനത്തിൽ ചെറിയ ചില തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ നിശ്ചയദാർഢ്യത്തിലൂടെ അവയെ മറികടക്കാൻ സാധിക്കുമെന്നാണ് ഇതിൽ കാണുന്നത്. ഉപരിപഠനത്തിനായി ശ്രമിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ വന്നു ചേരും. അപേക്ഷകൾ സമർപ്പിക്കുകയും ഇൻ്റർവ്യൂകളിൽ പങ്കെടുക്കുകയും ചെയ്യുക. വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഉപരിപഠനത്തിന് കൂടുതൽ സാധ്യതകൾ തുറന്നു നൽകും. വിദ്യാർത്ഥികൾക്ക് ഈ മാസം പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുകയും ചെയ്യും. മെയ് മാസത്തിലെ ഓരോ ആഴ്ചയിലെയും ഫലങ്ങൾ നോക്കുമ്പോൾ ഒന്നാമത്തെ ആഴ്ചയിൽ നിങ്ങളുടെ ഊർജ്ജസ്വലതയും ഉത്സാഹവും അനുഭവപ്പെടും. നിങ്ങൾക്ക് തൊഴിൽ രംഗത്ത് പുതിയ കാര്യങ്ങൾ പഠിക്കാനും ചെയ്യാനും അവസരം ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ നേരിയ പുരോഗതി കാണാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. രണ്ടാം ആഴ്ചയിൽ 8 മുതൽ 14 വരെ സൂര്യൻ നിങ്ങളുടെ രാശിയിലേക്ക് മാറുന്നത് വ്യക്തിപരമായ കാര്യങ്ങളിലും തൊഴിൽ രംഗത്തും കൂടുതൽ ശ്രദ്ധ നേടാൻ സഹായിക്കും. പുതിയ അവസരങ്ങൾ ലഭിക്കാനും നിലവിലുള്ള ജോലിയിൽ അംഗീകാരം ലഭിക്കാനും സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടങ്ങളുണ്ടാകും. പ്രണയബന്ധങ്ങളിൽ സന്തോഷം നിലനിൽക്കും. മൂന്നാം ആഴ്ചയിൽ മെയ് 15-21 വരെ ചില വെല്ലുവിളികൾ ഉണ്ടാകാനാണ് സാധ്യത. തൊഴിൽ രംഗത്ത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വരും. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. കുടുംബാംഗങ്ങളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധ വേണം. നാലാം ആഴ്ച 22 മുതൽ 28 വരെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ കൂടുതൽ ഊർജ്ജം അനുഭവപ്പെടും. തൊഴിൽ രംഗത്ത് പുതിയ മുന്നേറ്റം ഉണ്ടാകും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. പ്രണയബന്ധങ്ങൾ കൂടുതൽ അടുപ്പ് അനുഭവപ്പെടും. ആരോഗ്യകാര്യങ്ങളിൽ പൊതുവെ നല്ല ദിവസമായിരിക്കും. അഞ്ചാമത്തെ ആഴ്ച മെയ് 29-31 ഈ ആഴ്ചയിൽ ചില അപ്രതീക്ഷിത മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് പുതിയ വെല്ലുവിളികൾ വരും. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തുക. ആരോഗ്യവും ശ്രദ്ധിക്കുക. 2025 മെയ് മാസത്തിൽ രോഹിണി നക്ഷത്രക്കാർക്ക് ദോഷകരമായി ഭവിക്കാൻ സാധ്യതയുള്ള ചില ഗ്രഹസ്ഥിതികളും അവയ്ക്കുള്ള ലളിതമായ പരിഹാരങ്ങളും. ചൊവ്വയുടെയും ശനിയുടെയും ദൃഷ്ടി ഇത് തൊഴിൽപരവും വ്യക്തിപരവുമായ ചില തടസ്സങ്ങൾക്കും കാലതാമസത്തിനും കാരണമാകും. പരിഹാരം: ചൊവ്വാഴ്ചകളിൽ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുക. ശനിയാഴ്ചകളിൽ ശനി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും എള്ളെണ്ണ വിളക്ക് വയ്ക്കുകയും ചെയ്യുക. രാഹുവിൻ്റെ സ്ഥിതി ഇത് മാനസികമായ അസ്വസ്ഥതകൾക്കും അനാവശ്യമായ ചിന്തകൾക്കും കാരണമാകും. പരിഹാരം: ദിവസവും രാവിലെയും വൈകുന്നേരവും ഓം രാഹവേ നമ എന്ന മന്ത്രം 9 തവണ ജപിക്കുക. ദുർഗാദേവിയെ ആരാധിക്കുന്നത് രാഹുവിൻ്റെ ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ചന്ദ്രൻ്റെ നക്ഷത്രങ്ങളിലുള്ള സഞ്ചാരം ഇത് മാനസികാവസ്ഥയിൽ വ്യതിയാനങ്ങൾക്ക് കാരണമാകും. പരിഹാരം: തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പാലഭിഷേകം നടത്തുകയും ചെയ്യുക. ഓം നമഃശിവായ എന്ന മന്ത്രം ജപിക്കുക. വെള്ള നിറം ചന്ദ്രൻ്റെ പ്രിയപ്പെട്ട നിറമാണ്. അതിനാൽ ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതാണ്. പാവപ്പെട്ടവർക്ക് വെള്ളം, അരി, പാല് ഇവയൊക്കെ ദാനം ചെയ്യുന്നത് ചന്ദ്രദോഷങ്ങൾ കുറയ്ക്കും. എപ്പോഴും നല്ല ചിന്തയോടും ശുഭാപ്തി വിശ്വാസത്തോടെയും ഇരിക്കാൻ ശ്രമിക്കുക. മെയ് മാസം രോഹിണി നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായൊരു മാസമാണ്. തൊഴിൽ, സാമ്പത്തികം, കുടുംബം, പ്രണയം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ നല്ല ഫലങ്ങളും പ്രതീക്ഷിക്കാം. എങ്കിലും ചെറിയ ചില വെല്ലുവിളികൾ ഉണ്ടാകാനും ഇടയുണ്ട്. നിർദ്ദേശിച്ചിട്ടുള്ള ലളിതമായ പരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ ദോഷകരമായ ഗ്രഹസ്ഥിതികളുടെ സ്വാധീനം കുറയ്ക്കാനാകും. കൂടുതൽ നല്ല അനുഭവങ്ങൾ നേടാനും സാധിക്കും. ഈ ഫലങ്ങൾ ഒരു പൊതുവായ വിലയിരുത്തൽ മാത്രമാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഇതിൽ മാറ്റങ്ങളൊക്കെ വരും.